ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിലിമിനറി സിലബസിൻ്റെ അകത്തുള്ള വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പ്രധാനമായിട്ടും നമുക്കതിൽ നോക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് 2019 ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകൾ രണ്ടെണ്ണത്തിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനിലും വന്നിട്ടുണ്ട്, വിവരാകാശ കമ്മീഷനിലുണ്ട്. അതുകൊണ്ടായിരിക്കാം അത് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിലിമിനറി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നോട്ടുകളൊക്കെ എഴുതുക, നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ വിവരാകാശ നിയമം? നമുക്കറിയാം, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെയുള്ള വിവരങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വിവരാകാശ നിയമം. ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിവരാകാശ നിയമം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്? കാരണം സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു 21 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഒക്കെ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ലോകത്ത് ആദ്യമായിട്ട് വിവരാകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സ്വീഡൻ എന്ന് ഓർത്തിരിക്കുക. ഇതൊരു മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ലോകത്ത് ആദ്യമായിട്ട് വിവരാകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനാണ്. ഇനി വിവരാകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടെന്ന് ഓർത്തിരിക്കുക, 1997. അപ്പോൾ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് 2005 ഇന്ത്യയിൽ മുഴുവനായിട്ട് ഈ നിയമം വന്നിട്ടുള്ളത്? അതെ, സത്യമാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് 2005 ജൂൺ 15 പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകളൊക്കെ ഇല്ലേ? അപ്പോൾ ആ കൺകറൻ ലിസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതായതുകൊണ്ട് എന്ത് ചെയ്ത് സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം, പിന്നീട് സ്റ്റേറ്റുകൾക്കും നിയമം ഉണ്ടാക്കാം. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? തമിഴ്നാട് എന്ന് ഓർത്തിരിക്കുക, 1997. ഓക്കെ, 1997. അടുത്ത ചോദ്യം ഇതാണ്, വിവരാകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2005. സ്ഥിരമായിട്ട് PSCകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തിരിക്കുക. 2005 വിവരാകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിവരാകാശ സ്പെല്ലിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കരുത്. വിവരാകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. അപ്പം 2005 വിവരാകാശത്തിൻ്റെ മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് 2002 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വർഷം ചോദിക്കുന്ന സമയത്ത് 2005 ആണോ 2002 എന്നതാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഡൗട്ട്. ഓക്കെ, 2005 അല്ലെങ്കിൽ 2002 എന്നതാണ് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ വിവരാകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, വിവരാകാശ നിയമം ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? നമ്മൾ പറഞ്ഞു, ഒരു സർക്കാർ സ്ഥാപനത്തിന് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷ നൽകണം. എങ്ങനെയാണ് അപേക്ഷ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു വിവരാകാശ നിയമത്തിന് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് വിവരാകാശ നിയമം 2005 എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ ഫ്രം നിങ്ങൾ അഡ്രസ്സ് എഴുതുക. പിന്നീട് ടു ആർക്കാണെന്നുള്ള എഴുതുക അല്ലേ? ആ ടു എഴുതുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് ഓർത്തിരിക്കാം. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യും? ഒരു പബ്ലിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, PSC നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് നിങ്ങൾ അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിവരം നൽകണം. എത്ര? 30 ദിവസം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ എന്ത് ഓർത്തിരിക്കുക? 35 ദിവസം എന്ന് ഓർത്തിരിക്കുക. അപ്പം ഒന്ന് 30 ആണെങ്കിൽ മറ്റൊന്ന് 35 ദിവസം എന്നുള്ളതും കൂടി എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. ഓക്കെ, 35 എന്ന് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓപ്ഷൻ എ 30 ദിവസം, ഓപ്ഷൻ ബി 35 ഇല്ലേ, ഓപ്ഷൻ ബി 48 മണിക്കൂർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ എന്ന് കൊടുക്കുക.
ഉറപ്പായിട്ടും നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മാത്രമേ നമ്മളെ മനസ്സിലേക്ക് വരൂ. നമ്മൾ എന്ത് ചെയ്യും? 30 കൊണ്ടുപോകും ഇല്ലേ? അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. അസിസ്റ്റൻ്റ് ആകുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക? കുറച്ചും കൂടി വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം എടുക്കില്ലേ? ഒരു 5 ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? യാതൊരു ഡൗട്ടില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം കേട്ടോ. അപ്പം ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഡേറ്റുകൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ നോക്കണം, പഠിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചു. വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം 2005 ആണ്. ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഓർത്തിരിക്കുക, പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ജൂൺ 15 എന്ന് ഓർത്തിരിക്കുക. എത്രയാണ്? ജൂൺ 15 എന്ന് ഓർത്തിരിക്കുക. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് 2005 ജൂൺ 15. കണ്ടോ? ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമല്ലേ? 15 ഓർത്തിരിക്കുക. 15 ജൂൺ 15. ഓക്കെ, 12 2 യെസ്, അത് ഒക്ടോബർ ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഓർത്തിരിക്കുക? 2005 എപ്പോഴും നമുക്ക് ഓർത്തിരിക്കുക. വിവരാവകാശ നിയമം 2005. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതെന്തായാലും മറന്നു പോകില്ലല്ലോ. ഞാൻ ഓർത്തിരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇല്ലേ, ഇത് നമ്മൾ ആക്കിയെടുക്കുക. ഒക്ടോബർ മാസം ഇല്ലേ? ഒക്ടോബർ മാസം 12 ഉണ്ടോ? ഒക്ടോബർ മാസം 12 മറന്നു പോവില്ല. ഞാൻ അതുകൊണ്ടാണ് ഗ്യാരണ്ടി പറഞ്ഞത്. നിങ്ങൾ ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും കൂടി ഓർത്തിരിക്കാൻ പറ്റും ഇല്ലേ? അപ്പം 12 ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2005 ഒക്ടോബർ 12. ഇനി മറന്നു പോവോ? ഇല്ല. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2005 നമ്മളെ മനസ്സിലുണ്ട്. ഓർത്തിരിക്കുക. എന്താ? ഒക്ടോബർ ആക്കി കണക്കാക്കുക. 12 അല്ലേ? ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിൽ. ഓർത്തിരിക്കുക അല്ലേ? വിവരാവകാശ നിയമത്തിൻ്റെ ഉള്ളിൽ അപേക്ഷ നൽകിയ നമ്മൾ പറഞ്ഞു എത്ര ദിവസം? 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നൽകണം വിവരം. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നൽകണ്ടേ? വേണ്ടേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. എന്താ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി? നിങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ജീവൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചു, ഈ വിവരം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂർ. സ്ഥിരമായിട്ട് എല്ലാവരോടും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് എന്ത് പറയുന്നത്? 24 മണിക്കൂറാണോ 48 മണിക്കൂറാണോ എന്നുള്ളത്. 24 മണിക്കൂർ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ, കൺസേൺ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കേണ്ട സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്ന് ഓർത്തിരിക്കുക. ഒരാളെ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി പ്രകാരം വിവരാവകാശ അപേക്ഷ ലഭിച്ചാൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നും ഓർത്തിരിക്കുക അല്ലേ? 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നും ഓർത്തിരിക്കുക. ഇനി 30 ദിവസം നിങ്ങൾ അപേക്ഷിച്ചു. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കണം വേണ്ടേ? നമ്മളിപ്പം പഠിച്ചത് അങ്ങനെയാണല്ലോ. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? വിവരങ്ങൾ ലഭിക്കണം. ഇനിയിപ്പം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഞാനിപ്പം ജനുവരി 1-ാം തീയതി അല്ലേ, ഞാൻ 1-ാം തീയതി ഞാനൊരു അപേക്ഷ കൊടുത്തു. സ്വാഭാവികമായിട്ടും 30-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്യണം? 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അപേക്ഷ നൽകണം, അല്ല മറുപടി നൽകണം. ഇതല്ലേ അതിൻ്റെ ഒരു സമയം? അതെ. 30 ദിവസമായിട്ടും നമുക്ക് അപേക്ഷ ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യണം? 31-ാമത്തെ ദിവസം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ നൽകാൻ പറ്റും. ഓക്കെ, ഇത് ആരാണോ ഉദ്യോഗസ്ഥൻ, പബ്ലിക് ഇൻഫർമേഷൻ്റെ ഓഫീസറിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഓഫീസർ ഉണ്ടാവും. മൂപ്പരാണ് എന്ത് ചെയ്യേണ്ടത്? മൂപ്പർക്കാണ് നമ്മൾ 30 ദിവസം കഴിയുക എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷ നൽകണം, അപ്പീൽ നൽകണം. അപ്പോൾ അപ്പീൽ നൽകേണ്ടത് 31-ാമത്തെ ദിവസം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ അപ്പീൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് അപ്പീൽ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്യാം? വിവരങ്ങളും കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. അവിടെ നിന്ന് നമ്മൾ അപേക്ഷ കൊടുത്തു, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം 2-ാമത്തെ അപ്പീൽ കൊടുക്കണം, സെക്കൻഡ് അപ്പീൽ. 2-ാമത്തെ അപ്പീൽ കൊടുക്കേണ്ടത് എത്രയാണ്? 90 ദിവസത്തിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പം എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് 2-ാമത്തെ അപ്പീൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? 90 ദിവസം എന്ന് ഓർത്തിരിക്കുക. മറ്റേത് 30 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ അപ്പീൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ അപ്പീൽ നൽകേണ്ടത് 30 ദിവസം, 2-ാമത്തെ അപ്പീൽ നൽകേണ്ടത് 90 ദിവസം എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുക? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട് രേഖകളുണ്ടാവും,
സർക്കുലറുകൾ ഉണ്ടാവും, പ്രമാണങ്ങൾ ഉണ്ടാകും, ഉത്തരവുകൾ, പത്രക്കുറിപ്പ്, മാതൃക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എന്തുണ്ടാവില്ല? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടുമോ? ഇല്ല. കോടതികളുടെ പരിഗണനയുള്ള കേസുകൾക്ക് കിട്ടുമോ? ഇല്ല. വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കിട്ടുമോ? ഇല്ല. ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടുമോ? ഇല്ല. അപ്പം അതുപോലെയുള്ള BSF, CRPF, പിന്നീട് ITBP, പിന്നീട് ഇനി ആർമി, നേവി, എയർഫോഴ്സ്, ഇങ്ങനെ തുടങ്ങിയ ഡിഫൻസ് ഫോഴ്സുകളുടെ അകത്തൊക്കെ ഉൾപ്പെടുന്ന ഒന്നും നമുക്ക് ലഭിക്കില്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു, ഇനി എത്ര രൂപയാണ് ഫീസ് നൽകേണ്ടത്? 10 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യണം? കോർട്ട് ഫീസായിട്ട് നൽകേണ്ടത്. കോർട്ട് ഫീസ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് 10 രൂപയുടെ ഫീസാണ് നമ്മൾ നൽകേണ്ടത്. എത്ര രൂപയുടെ ഫീസ്? 10 രൂപയുടെ ഫീസാണ് നമ്മൾ നൽകേണ്ടത്. ചിലപ്പോൾ നമുക്കുണ്ടാവും നിങ്ങളുടെ ഫീസിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ചോദിച്ച വിവരങ്ങൾ നമുക്ക് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞൊരു മറുപടിയൊക്കെ ലഭിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ A4 ഒക്കെ എടുക്കുകയാണെങ്കിൽ A4 അല്ലെങ്കിൽ A3 പേപ്പറിൻ്റെ അകത്തൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടണം. സ്കെച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ A3-ലൊക്കെ അല്ലേ കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഒരു പേജിന് 3 രൂപ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണലായിട്ട് നൽകണം. ഇനി നിങ്ങൾക്കിപ്പോൾ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് CD-യിലാക്കിയോ അല്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെയാണ് ലഭിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് 50 രൂപ അഡീഷണലായിട്ട് 50 രൂപയുടെ ഫീസും കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ 50 + 10 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ CD അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കോ, ഇപ്പം പെൻഡ്രൈവ് ആണെങ്കിൽ കൂട്ടിക്കോളും. ഓക്കെ, പെൻഡ്രൈവ് ഒന്നുമില്ല, ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് ലഭിക്കുന്ന എന്തായിക്കോട്ടെ അതിന് നമുക്ക് 50 രൂപയും കൂടി അഡീഷണലായിട്ട് നമ്മൾ നൽകണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇതാണ് നമ്മളൊരു ഔട്ട്കം ആയിട്ട് വരുന്നത്, ഇല്ലെങ്കിൽ പുറമേ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സംഘടനയുണ്ട്. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘൻ ഇല്ലേ? മസ്ദൂർ കിസാൻ ശക്തി സംഘൻ എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘ്. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘ് എന്നോർത്തിരിക്കുക. ഓക്കെ, അരുണ റോയ് ആണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. ആരാണ്? അരുണ റോയ് കേട്ടോ. അരുണ റോയ് ആണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നോർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു അപ്പീലിൻ്റെ കാര്യം. രണ്ടാമത്തെ അപ്പീൽ എത്ര ദിവസത്തിനുള്ളിലാണ് നൽകേണ്ടത്? 90 ദിവസം നമ്മൾ ഓൾറെഡി പഠിച്ചു ഇല്ലേ? ആർക്കാണ് നൽകേണ്ടത്? ഒന്നെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, അതല്ലെങ്കിൽ ആർക്കാണ് നൽകേണ്ടത്? സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർ കേട്ടോ. സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർക്കാണ് രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എത്ര രൂപയുടെ ഫീസാണ്? 10 രൂപയുടെ ഫീസാണ് നമ്മൾ നൽകേണ്ടത്. അഡീഷണൽ പേജിന് എത്രയാണ് നൽകേണ്ടത്? പറഞ്ഞേ. 2 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഡിസ്കിനോ കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ 50 രൂപ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, 2 ഷെഡ്യൂള്. എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 2 ഷെഡ്യൂൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. എത്ര ഷെഡ്യൂള്? 2 ഷെഡ്യൂൾ എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും ഉണ്ട് ഇല്ലേ? കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ അപ്പീൽ പോവുകയാണെങ്കിൽ അങ്ങോട്ടാണ് പോവുക, സംസ്ഥാനങ്ങൾക്കുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ആസ്ഥാനം ഇപ്പം എവിടെയാണ്? CIC ഭവൻ. എവിടെ? ന്യൂഡൽഹി. മുമ്പ് എവിടെയായിരുന്നോ? ആഗസ്റ്റ് കാന്ത്രി ഭവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? ആഗസ്റ്റ് കാന്ത്രി ഭവൻ ഓർമ്മ ഉണ്ടല്ലോ? ആഗസ്റ്റ് കാന്ത്രി ഭവൻ എവിടെ? ന്യൂഡൽഹി തന്നെയായിരുന്നു ആഗസ്റ്റ് കാന്ത്രി ഭവൻ ഉണ്ടായിരുന്നത് അല്ലേ? ആഗസ്റ്റ് കാന്ത്രി ഭവൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം അത് ക്ലിയറായി. അപ്പം ക്ലിയർ അല്ലേ? ആഗസ്റ്റ് കാന്ത്രി ഭവൻ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്കറിയാം, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഓർത്തിരിക്കുക. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇതാണ് നമ്മൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഓക്കെ, ഇങ്ങനെ കേട്ടോ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓർത്തിരിക്കുക. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്താ? CIC ഭവൻ ഓർത്തിരുന്നാൽ എന്ത് കിട്ടും? കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ ആസ്ഥാനം CIC ഭവൻ ഇല്ലേ? അപ്പം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത, അപ്പോൾ എത്ര എണ്ണം? 10 വരെ പോലെ 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണറുമാണ് എന്തിട്ടുള്ളത്? കേന്ദ്രത്തിലുള്ളത്. അപ്പം ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് എവിടെയുള്ളത്? കേന്ദ്രത്തിലുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇനി പുതിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ കേന്ദ്ര
അല്ലെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറില്ലേ, ഇവരെ തിരഞ്ഞെടുക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതിക്കോളാം. ആരുണ്ടാകും? പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലേ, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അല്ലേ, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആരാണ്? ഒരാളും കൂടി ഉണ്ടാവും അല്ലേ, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാകും. ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാകും, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാകും. അപ്പോൾ ആരൊക്കെയാണ്? ഈ വിവരാവകാശ കമ്മീഷണർമാരെയും മുഖ്യ കമ്മീഷണർമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഭരണഘടന എടുത്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യണത് ആരാ അപ്പോയിന്റ് ചെയ്യണേ? എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ് ഇല്ലേ. ആംഡ് ഫോഴ്സിന്റെ സുപ്പീരിയർ കമാൻഡ് ഇല്ലേ, പ്രസിഡന്റ് ഓർത്തിരിക്കുക അല്ലേ, പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക. ആരുടെ മുമ്പിലാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യാം? അതും പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക. രാജിക്കത്ത് ആർക്കാ നൽകേണ്ടത്? അപ്പോയിന്റ് ചെയ്യുന്ന ആളത്തേക്ക് തന്നെയല്ലേ രാജിക്കത്ത് വേണ്ടിയത്. ആരടുത്തായിരിക്കും? പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇപ്പം ഇത്രയും കാര്യങ്ങളില്ലേ, പ്രധാനമന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർമാരെന്ന് ഓർത്തിരിക്കുക. അപ്പോയിന്റ് ചെയ്യുന്ന ആളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇല്ലേ. ആരാ? പ്രസിഡന്റ്. രാജിവെക്കേണ്ടത് ആർക്കാ? പ്രസിഡന്റ് ഇല്ലേ. വജഹത്ത് ഹബീബുള്ള പഠിച്ചിട്ടുണ്ടോ? വജഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ? ദീപക് സന്ധു ഇല്ലേ. ദീപക് സന്ധു ആണ് ആദ്യത്തെ മുഖ്യ വനിതാ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര കേട്ടോ. വജഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് ഓർത്തിരിക്കുക. ഇനി ഇപ്പോഴത്തെ ആരാ? കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ പറ്റുമല്ലോ. ആരാണ്? ബിമൽ ജുൽക്ക അല്ലേ. ബിമൽ ജുൽക്കയാണ് ഇപ്പോഴത്തെ. ഓർത്തിരിക്കുക. ആരാണ്? ബിമൽ ജുൽക്ക എന്നത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു അപ്പോയിന്റ് ചെയ്യണത്, റിമൂവ് ചെയ്യാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷണറൊക്കെ പറഞ്ഞില്ലേ. ഇനി അപ്പം ഇതാണ് സെൻട്രൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ സ്റ്റേറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഇനി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ആരാണ് സ്റ്റേറ്റിലേക്കുള്ള കാര്യങ്ങൾ? ഇനി നമ്മൾ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാനത്തിൻ്റെത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് നോക്കാം. കേരള സംസ്ഥാനത്തിൽ വിവരാവകാശ നിയമം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2005 വന്നിട്ടുള്ളത് ഇല്ലേ. ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഓൾറെഡി കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 2005 ഡിസംബർ മാസത്തിലാണ് 19-ാം തീയതി. ഡിസംബർ 19 ഓർത്തിരിക്കുക. ഡിസംബർ 19 സംസ്ഥാനത്ത് നിലവിൽ വന്നു. അപ്പം ആരൊക്കെയാണ്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും നോട്ട് മോർ ദാൻ 10 പേര്. എന്നപ്പോൾ എന്താ ഉണ്ടാകുക? 10 വിവരാവകാശ കമ്മീഷണറും കൂടി അടങ്ങിയതാണ് എന്ത് പറയണത്? സംസ്ഥാനം എന്ന് പറയണത്. നല്ല രസമുണ്ട്. ആരായിരിക്കും ഉണ്ടാവുക? വളരെ സിമ്പിളാണ്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ ആരാ? മുഖ്യമന്ത്രി, CM. കേന്ദ്രത്തിൽ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇവിടെ നിയമസഭേൻ്റെ ഇടുകയാണ് ഓപ്പോസിറ്റ് ലീഡർ ഇല്ലേ. ഓപ്പോസിറ്റ് ലീഡർ. അവിടെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ആരാണ്? മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. എന്ത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റി. ഇങ്ങനെ പഠനം വേണം. നിങ്ങൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വ്യക്തതയോട് കൂടിയിട്ട് റിവിഷൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇനി കേന്ദ്രത്തിൽ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നതെങ്കിൽ ഇവിടെ ആരാണ് നിയമിക്കുന്നത്? ഗവർണർ ആയിരിക്കില്ലേ. ഗവർണർ ആയിരിക്കും. ഓർത്തിരിക്കുക, ഗവർണർ. രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കേന്ദ്രത്തിൽ പ്രസിഡന്റിനാണെങ്കിൽ സംസ്ഥാനത്ത് ഗവർണർ. പിരിച്ചുവിടാനുള്ള അവകാശം കേന്ദ്രത്തിൽ പ്രസിഡന്റിനാണെങ്കിൽ സംസ്ഥാനത്തിൽ ഗവർണർക്ക്. അല്ലേ. എന്ത് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. യെസ്. അപ്പം അതേ രീതിയിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് ക്ലിയർ ചെയ്ത് പോവുക. ഇനി ഇത് നമ്മൾ ഓൾറെഡി സ്റ്റേറ്റിൻ്റെതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. സ്റ്റേറ്റിൻ്റെത് ഓർത്തിരിക്കുക.
ഇനി ഇതിൻ്റെ അകത്തുള്ള ഭേദഗതി നമ്മൾ പറഞ്ഞു 2019 ചെറിയൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. 2019 ജൂലൈ 19-നാണ്. നല്ല രസമാണ്, ഫാൻസി നമ്പറൊക്കെയാണ്. ജൂലൈ 19-നാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ജിതേന്ദ്ര സിംഗ് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ജൂലൈ ഇത് അവതരിപ്പിച്ച ഡേറ്റ് 2019 ജൂലൈ 19-നാണ്. ഈ ജൂലൈ 22-നാണ് എന്തോർത്തിരിക്കുക, ജൂലൈ 22-നാണ് ലോകസഭ പാസ്സാക്കിയിട്ടുള്ളത്. ലോകസഭ LS നിന്ന് ലോകസഭ ഓർത്തിരിക്കുക. ജൂലൈ 25 നല്ല എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ജൂലൈ 25-നാണ് എന്ത് പറയണത്, രാജ്യസഭ പാസ്സാക്കിയിട്ടുള്ളത്. അടുത്ത മാസം തന്നെ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് 1-ാം തീയതിയാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. ആര്? 1-ാം തീയതി പ്രസിഡന്റ്. ഒക്കെ വർഷങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് പിന്നെ റിപ്പീറ്റേഷൻ എഴുതുന്നില്ല. 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചു. 22-ന് ലോകസഭ പാസ്സാക്കി. 25-ന് രാജ്യസഭ പാസ്സാക്കി. ആഗസ്റ്റ് 1-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. പ്രസിഡന്റ് ഒപ്പുവെച്ചാലാണ് ഒരു ബില്ല് എന്ത് ചെയ്യും, നിയമമായിട്ട് മാറുകയുള്ളൂ. ഓൾറെഡി നമുക്കറിയാമല്ലേ. നമുക്കറിയാം വിവരാവകാശ കമ്മീഷണറൊക്കെ കാലാവധി മുമ്പ് എത്രയായിരുന്നു? 5 വർഷമായിരുന്നു, അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ആദ്യം ഏതാ വരുന്നതെന്ന് വെച്ചായിരുന്നു ഇല്ലേ. ഇപ്പം എന്ന് പറഞ്ഞാലോ ഒന്നുമില്ല. ഇതൊക്കെ ആരെ കൈമേലുള്ളത്? സെൻട്രൽ ഗവൺമെൻറ് കൈമേൽ. എപ്പം വേണമെങ്കിലും പിരിച്ചു വിടാനുള്ള അവകാശമുണ്ട് ഇല്ലേ. അപ്പം നമുക്കറിയാം 2019 ഭേദഗതി അനുസരിച്ച് നമുക്കറിയാം ഇതിൻ്റെ അകത്തുള്ളൊക്കെ ആരെ കൈകളിലാണുള്ളത്? സെൻട്രൽ ഗവൺമെൻറ് കൈകളിലാണ് അല്ലേ. അപ്പം നമുക്ക് ഇത് ഓർത്തിരിക്കുക. ഇത് എത്രയായിട്ട് ഈ 5 വർഷം എന്നുള്ളത് 3 വർഷമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചുരുക്കിയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. 3 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പിന്നീടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാലറി എത്രയാണ്? 2,50,000 രൂപയാണ്. ഇത് കേന്ദ്രം. അപ്പം സംസ്ഥാനത്ത് ഓർത്തിരിക്കുക 2,25,000 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പുതുതായിട്ടുള്ള നോട്ട്സുകളോ നിങ്ങൾക്ക് കോഡുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻ്റായിട്ട് രൂപപ്പെടുത്താം. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ചുവപ്പ് ബട്ടൺ ആണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് ആണ്. ഓക്കെ, ബ്ലാക്കിലാണ് വരുന്നതെങ്കിൽ. ചുവപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിൻ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്.